ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനോർത്തു പൂജയൊക്കെ കഴിഞ്ഞു കാണുമെന്ന്. കടയിലെ കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് വേണ്ടേ വരാൻ. സർവേശ്വരി പൂജ നടക്കുന്നതേ. പക്ഷേ ഇത് കഴിഞ്ഞ ശാലിനി വന്ന് വിളക്ക് വാങ്ങിച്ച് കയറണ്ടേ ശാരദാമ്മേ? എന്നാലല്ലേ ചടങ്ങിന് പൂർണ്ണത ഉണ്ടാകത്തുള്ളൂ. മരുമകൾ ഈ വീടിന്റെ ലക്ഷ്മിയെ വരാതെ എന്ത് പൂജ നടത്തിയിട്ട് എന്താ കാര്യം? എല്ലാം വെറുതെയാ. അനുഭവയോഗം ഇല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തോ ഒഴിവാക്കാനാവാത്തൊരു മീറ്റിംഗ് വന്നു എന്നാ പറഞ്ഞത്. പറയേണ്ട രീതിയിലൊക്കെ എല്ലാ കാര്യങ്ങളും ഞാനും പറഞ്ഞു കൊടുത്തു. സത്യമ്മ വലിയ പ്രതീക്ഷയില്ല. ശാലിനി കുഞ്ഞ് പൂജ തീരുന്നതിന് മുമ്പ് വരുമെന്ന് തന്നെയാ കരുതിയിരിക്കുന്നത്. ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. ശാലിനി വന്നില്ല അല്ലേ? ഇല്ല, വരുമായിരിക്കും. ആ മോളെ. അമ്മേ. ആ പപ്പിക്കുട്ടി. ശാരദമ്മേ. സർവൈശ്വര പൂജയ്ക്ക് ശേഷം ഗൃഹപ്രവേശന കർമ്മമാണ്. അതിൽ വീടിന്റെ നായിക നിലവിളക്കെടുത്ത് വലതുകാൽ വെച്ച് അകത്തേക്ക് പ്രവേശിക്കണം. നിലവിളക്കെടുത്ത് കൊടുക്കേണ്ട ആള് വീടിന്റെ നായികയായി മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് സിന്ദൂരം തൊടിയിച്ച് പട്ടുവസ്ത്രം നൽകി സന്തോഷത്തോടെ നിലവിളക്കെടുത്തു കൊടുത്ത് ആമാടപ്പെട്ടിയിൽ നിന്നും താക്കോലെടുത്ത് വീട് തുറന്ന് അകത്തേക്ക് കയറുന്നതോടുകൂടി ഈ കർമ്മങ്ങൾ ഇവിടെ അവസാനിക്കും. ആശാൻ വന്നിട്ടുണ്ട്. അല്ലെന്നല്ല ഏട്ടത്തേമ ഉണ്ടാവും, ഉറപ്പാ. പിള്ളേങ്ങളെ സുഖാണോ? സുഖം സുഖം. രാമോനെ, ശാലിനി. ശാലിനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് നേരിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അത് വേണ്ടല്ലോ അല്ലേ? ശാലിനി പ്രതീക്ഷിക്കേണ്ട അച്ഛാ. ശാലിനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു പരിപാടി അവിടെ നടക്കുന്നേ. കളക്ടർ മുന്നിൽ നിന്ന് ചെയ്യേണ്ട ചടങ്ങാ. അപ്പൊ പിന്നെ പോരാൻ പറ്റില്ലല്ലോ. മോളെ, മോളിങ് വാ. വിളിച്ചു കേട്ടില്ലേ? അവിടെ ചെന്ന് പ്രാർത്ഥിക്കേ. സത്യമ്മേ. മോളെ, അമ്മ വന്നില്ലേ? ഇല്ല സത്യമ്മേ. പപ്പി സത്യേ. ഉമ്മ ഉമ്മ. പൂജകൾ ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി വീടിന്റെ ഐശ്വര്യദേവിയെ സിന്ദൂരം തൊടിയിച്ച് പട്ടുവസ്ത്രം നൽകി നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റുന്ന ചടങ്ങാണ്. അല്ല, നിങ്ങളെന്താ അവിടെ തന്നെ നിൽക്കുന്നത്? അകത്തേക്ക് വാ. വിഷ്ണു, വാടാ. വാ.
ഇത്രയും ഒരുക്കങ്ങൾ ഒരുക്കി ഇവരെല്ലാരും കാത്തിരിക്കുക മോളെ നിന്നെ. എന്തിനാ നീ ഇങ്ങനെ എല്ലാരും സങ്കടപ്പെടുത്തുന്നത്? അച്ഛാ, ആ എന്നാ പിന്നെ സമയം കളയാതെ ചടങ്ങ് നടത്തിയാലോ സത്യാമ്മേ? ഇനിയും വൈകിയാ നമുക്ക് കിട്ടിയിരിക്കുന്ന നല്ല സമയം മാറും. അല്ല, മൂത്ത മരുമകൾ ശാലിനിയാണ് ഐശ്വര്യ ദേവതയായി സങ്കല്പിച്ച് കയറ്റേണ്ടിയിരുന്നത്. ആ അവൾക്ക് ജോലി സംബന്ധമായ കുറച്ച് തിരക്കുകൾ കാരണം അവിടുന്ന് വരാൻ പറ്റിയില്ല. എങ്കിൽ പിന്നെ അടുത്ത വഴി ചിന്തിക്കുകയാണ് ശരിയായ നടപടി. അല്ല, ഇയാളും മരുമകളല്ലേ? നിലവിളക്ക് ഇയാൾ വാങ്ങിക്കട്ടെ. ലക്ഷ്മി ദേവിയെ ഗൃഹത്തിലേക്ക് കുടിയിരുത്തുകയാണ് വേണ്ടത്. ആ കർമ്മം ചെയ്യാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ചിലപ്പോ ഈ മരുമകൾക്കായിരിക്കും. എന്നാ പിന്നെ ചടങ്ങ് നടത്താം. ശ്യാമേ, ചെല്ല്. ദാ, ഇങ്ങോട്ട് വന്നു നിന്നോളൂ. ദേവി, ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് മരുമകളുടെ നെറ്റിയിൽ കുങ്കുമം ചാർത്തുക. ഹായ് അമ്മ. ശാലിനി കേറിയോ മോളെ? വന്നുല്ലേ? വരാതിരിക്കോ? ശ്യാമേ, നീ അങ്ങോട്ട് മാറി നിൽക്ക്. അങ്ങോട്ട് മാറി നിൽക്ക്.